ഇന്ന് എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഭയങ്കര മടി പിടിച്ചിട്ടുള്ളൊരു ദിവസമായിട്ടാണ്. എണീക്കാനും ലേറ്റായി. സാധാരണ 5:30ക്കാണ് എണീക്കുന്നത്. ഈ പ്രാവശ്യം 6 മണി കഴിഞ്ഞു എണീറ്റപ്പം. പിന്നെ പെട്ടെന്ന് പോയി പല്ലും തേച്ച് കുളിയെല്ലാം കഴിഞ്ഞു. ഇനി ഡ്രസ്സൊക്കെ എത്രയും പെട്ടെന്ന് റെഡിയാക്കി ഇടണം. അതിന് അലമാരി തുറന്ന് അതിനകത്ത് ബനിയനും ഇന്നറും സോക്സും എല്ലാം എടുത്ത് റെഡിയാക്കി. ഇന്ന് ഏത് ഡ്രസ്സ് ഇടണമെന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് അലമാരി തുറന്ന് ഡ്രസ്സെല്ലാം നോക്കിയപ്പോൾ ഒന്നും തേച്ചതില്ല. രാവിലെ തന്നെ ലേറ്റായി. അതിൻ്റെ കൂടെ തേക്കാനും ഉണ്ട്. ആകെ മൊത്തത്തിൽ ഡാർക്കായി ഇന്നത്തെ ദിവസം. എന്നിട്ട് പെട്ടെന്ന് ഒരു ഡ്രസ്സ് എടുത്തു. ഇതാണെങ്കിൽ ഇച്ചിരി കൂടെ തേക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇതങ്ങ് എടുത്ത് എത്രയും പെട്ടെന്ന് തേച്ചേക്കാമെന്ന് വിചാരിച്ച് വേഗം തേക്കാൻ അങ്ങ് ഒരുങ്ങി. അങ്ങനെ ഷർട്ട് തേക്കാനായിട്ട് തേപ്പ് കട്ടിയും ചൂടാക്കി ഷർട്ട് തേക്കുന്നിടത്തും വെച്ച് തേക്കാൻ അങ്ങ് തുടങ്ങി. ആകെ മൊത്തത്തിൽ ഇന്ന് ഇച്ചിരി ഡാർക്കായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം പോക്കാം. പിന്നെ ഹറിബറിയാണ്, തിരക്കാണ്. എനിക്കാണെങ്കിൽ 6:45 സ്കൂളിൽ റിപ്പോർട്ടും ചെയ്യണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ പെട്ടെന്ന് അങ്ങ് തേച്ച്, വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല എന്നാലും വൃത്തിയായിട്ട് തേച്ചു. ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആലോചനയൊക്കെ വന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പോകാൻ നേരത്ത് രാവിലെ എണീറ്റ് യൂണിഫോമൊക്കെ എടുത്തിടാൻ നേരത്ത് സ്കൂളിൽ പോകണോ വേണ്ടയോ എന്നുള്ളൊരു മടി പിടിച്ച് വഴക്കുണ്ടാക്കി അമ്മയോടോ അച്ഛനോടൊക്കെ വഴക്കുണ്ടാക്കി എനിക്ക് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറയുന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. മാൽദീവ്സിൽ ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം 1 മാസമായി. 1 മാസം 10-11 ദിവസമായി. ഈ 1 മാസം കൊണ്ട് ഞാൻ നല്ലപോലെ അങ്ങ് മെലിഞ്ഞു. എനിക്കാണെങ്കിൽ പാൻറ്റൊക്കെ നല്ല ലൂസായി. ബെൽറ്റൊക്കെ അങ്ങ് ഏറ്റവും അറ്റത്തെ ഹോളിലാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ പാൻറ്റ് ഒരു സുഖമില്ലായിരുന്നു ഇടാനും. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരുമാതിരി സൈഡൊക്കെ എന്തോ പോലെ ഇരിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ ഷർട്ടിന് ഇച്ചിരി കൂടെ ഹൈറ്റ് വലിപ്പം കുറഞ്ഞു എന്നൊരു സംശയം. അങ്ങനെ അത്യാവശ്യം മേക്ക് ഓവറൊക്കെ കഴിഞ്ഞു. ടൈ ഒക്കെ കെട്ടി നല്ല സുന്ദര കുട്ടപ്പനായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ രക്ഷിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 2 കാലയിലും സോക്സ് വലിച്ചു വാരിയിട്ട് ഇനിയിപ്പം എഴുന്നേറ്റ് പോകണം. ഞാൻ മാലിക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ട്രെൻഡ്സിൽ 70% ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ട്രെൻഡ്സിൽ കയറി മേടിച്ച ഷർട്ടാണിത്. നെറ്റ് പ്ലേയുടെ ഷർട്ടാണ്. ഞാൻ 3-4 പീസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ചെറുതായി പോയോ എന്ന് സംശയം അലക്കി. ഇനിയിപ്പോൾ ഡോറും ക്ലോസ് ചെയ്ത് ഡോറിൻ്റെ അകത്തുനിന്ന് ലോക്കാക്കിയിട്ട് താക്കോൽ കൈ വെച്ച് ഡോറും ക്ലോസ് ചെയ്ത് നമ്മൾ ഷൂ ഇടണം. ഷൂ ഞാൻ ലൂസാക്കി ഇട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ നമുക്ക് ചപ്പൽസോ ഷൂസോ ഒന്നും അലൗഡഡ് അല്ല. ഷൂവും ഇതൊക്കെ പുറത്ത് ഊരി വെച്ചിട്ട് വേണം ക്ലാസ് റൂമിൽ കയറാൻ. അതാണ് ഇവിടുത്തെ റൂൾസ്. അപ്പം എപ്പോഴെപ്പോഴും ഊരിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അന്നേരമാണ് ആലോചിക്കുന്നത് ലേസുള്ള ഷൂ മേടിക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ ലേസ് ഫുള്ള് ലൂസാക്കിയാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് പോവാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്. വീടിൻ്റെ മെയിൻ ഗേറ്റാണിത്. ആ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇത് ഹൗസ് ഓണറിൻ്റെ വീടുമാണ്. രണ്ടും അടുത്തടുത്താണ്. ഡോറ് ക്ലോസ് ആക്കിയിട്ട് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് നടക്കുകയാണ്. ഞാൻ താമസിക്കുന്ന റൂമും ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളും തമ്മിൽ ഏകദേശം 250 സ്റ്റെപ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. 5 മിനിറ്റ് പോലും നടത്തമില്ല. നമ്മളിപ്പോൾ നേരെ കയറി ചെല്ലാൻ പോകുന്നതാണ് മെയിൻ റോഡ്. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ റോഡ് ഇതാണ്. ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ടാറിട്ടതൊന്നുമല്ല. ആ പച്ച മതിൽ കാണുന്നതാണ് നമ്മുടെ സ്കൂള്. ഞാൻ നമ്മുടെ ഈ ദ്വീപിൻ്റെ, അതായത് ഞാൻ നിൽക്കുന്നത് മൊറേദോ എന്ന് പറഞ്ഞ ദ്വീപാണ്. ഈ ദ്വീപിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇതാണ് നമ്മുടെ സ്കൂള്. വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടെങ്കിലും ബസ്സും സർവീസൊന്നും ഇല്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ്. ഇവിടെയാണ് അസംബ്ലി കണ്ടക്ട് ചെയ്യുന്ന ഈ ഭാഗത്താണ്. നല്ല ഈ പച്ചപ്പും ഹരിതാഭവും ഉള്ള ഈ ഒരു പുൽത്തകിടിയിൽ. പിന്നെ ഇതാണ് ഓഫീസ് വരുന്നത്. പിന്നെ ഗ്രേഡ് 5, ഗ്രേഡ് 6, അങ്ങനെ 7, 8, 9, 10 വരെ അങ്ങോട്ട് പോകും. പിന്നെ 1-ാം ക്ലാസ് LKG UKG അവിടെയും, പിന്നെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഇവിടെ വരും. ഈ സ്കൂൾ ഫുള്ള് സോളാറിലാണ് ഇതിൻ്റെ പവർ സോഴ്സ് സോളാറാണ്. പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ പ്ലേ ഗ്രൗണ്ട്. പിന്നെയുള്ള ഒരു ചെറിയ ഭാഗം ഇത് ഈ പുൽത്തകളും പിന്നെ ആ മണലിരിക്കുന്ന ഭാഗമുണ്ട് അതും. ഓഫീസ് ഇതുവരെ തുറന്നില്ല. നമുക്ക് ഇച്ചിരി കൃത്യനിഷ്ഠതയുള്ള ആളായതുകൊണ്ടേ ഞാനിത് നേരത്തെ എത്തി. ഇവിടെ ഇപ്പോൾ സമയം 6:30 ആയതേ ഉള്ളൂ. 6:45 നമുക്ക് സൈൻ ഇൻ ചെയ്താൽ മതി. 7 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. ടീച്ചേഴ്സ് 6:45 സൈൻ ഇൻ ചെയ്യണം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം കണ്ട, അവിടെ ചാരിയിരിക്കാം. വേറെ ഓഫീസ് തുറക്കണം. ഓഫീസ് തുറന്ന് കഴിഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് വേണം സ്റ്റാഫ് റൂമിൽ പോകാൻ. പിമ്പിൾസ് എല്ലാം വരാൻ തുടങ്ങി. ടീച്ചേഴ്സ് എല്ലാം വന്നു തുടങ്ങി. പ്രിൻസിപ്പൾ താക്കോലുമായി വന്ന് ഓഫീസും തുറന്ന്. അന്നേരത്ത് ഞാൻ ആദ്യം എത്തിയെങ്കിലും ബാക്കി ടീച്ചേഴ്സ് ആദ്യം ഓടിപ്പോയി സൈൻ ഇട്ടു. പിന്നെ ഇതിനകത്ത് മത്സര ഇവൻ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവർ ജയിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ബാഗിലങ്ങ് നിന്നു.
നമുക്കിവിടെ പഞ്ചിങ് സിസ്റ്റം ഒന്നുമല്ല കേട്ടോ, അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, അതിലേക്ക് ടൈം എഴുതിയിട്ട് ഒപ്പിടുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാഫ് റൂം കാണിച്ചു തരാം. നേരെ സ്റ്റാഫ് റൂമിലേക്ക് കയറുന്നത് ഫുള്ള് ഗ്ലാസ് ഇട്ട് ഫുൾ AC എയർ കണ്ടീഷണർ റൂമാണ് കേട്ടോ. ഇവിടെ സ്റ്റാഫ് റൂമിൽ കയറി വന്നപ്പോഴത്തേക്കും ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റാഫ് റൂമിൽ, ടീച്ചേഴ്സ് ആരും എത്തിയിട്ടില്ല. അവിടെ ഞാൻ ഫസ്റ്റ് അടിച്ചു. AC ഓണാക്കി, നമുക്ക് 2 AC ഉണ്ട്, 2 AC ഓണാക്കി റിമോട്ട് എടുത്ത് ഞാനാണ് എല്ലാ ദിവസവും AC ഓണാക്കുന്നത്, കാരണം ഞാനാണ് മിക്കപ്പോഴും ആദ്യം എത്തുന്നത്. AC ഓണാക്കി നേരെ പോയി, ഇതാണ് എൻ്റെ സീറ്റ്. ഇപ്പം സമയം ഇവിടെ 9:30. ആദ്യത്തെ 4 അവർ കഴിഞ്ഞു. ഇപ്പം ബ്രേക്കാണ്. ഇനി 10:15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. 9:30 മുതൽ 10:15 ഒരു 45 മിനിറ്റ്സ് നമുക്ക് ബ്രേക്കുണ്ട്. ആ 45 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് പിന്നെ ബാക്കി അങ്ങോട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. 10:15 തൊട്ട് ഒരു 12:45 വരെയുണ്ട് ക്ലാസ്. അത് ഓരോ ക്ലാസ്സുകൾക്കും ഡിഫറെൻറ്റ് ടൈമാണ് ലാസ്റ്റ് ഇരുന്നത്. ഇനിയിപ്പം എനിക്ക് മുട്ട മേടിക്കണം. അതിനായിട്ട് കടയിലേക്ക് പോവാം. ഞാൻ ഷോപ്പ് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഷോപ്പ് എന്നൊക്കെ. ഓക്കെ, ഞാൻ കടയിൽ കയറാറായപ്പോഴത്തേന് ആൽബർട്ട് സാറ് വിളിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാറിൻ്റെ അടുത്ത് നിന്നാക്കാം, അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചതല്ലേ, നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങ് നേരെ ക്ഷണം ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരെ സാറിൻ്റെ വീട്ടിൽ പോയി അങ്ങ് വെട്ടി വിഴുങ്ങി കഴിച്ചു.